അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശബ്ദമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരുന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഗാനങ്ങളിലൂടെ ദൈവവചന കേൾവിയിലൂടെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായി ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവരിനാഥം മിനിസ്ട്രിയുടെ ഈ വർഷത്തെ അവസാനത്തെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 131 എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കഴിഞ്ഞ 2000 വർഷങ്ങളായി ആ ഇമ്മാനുവേൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മോട് കൂടെ എന്നുള്ളതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നാം അവനിൽ ഉണ്ടായിരുന്നു, അവൻ്റെ ഉള്ളിൽ നാമും ഉണ്ടായിരുന്നു. ആ വലിയ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നാം മുന്നോട്ട് പോകുവാൻ, പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രശ്നങ്ങളുടെ മധ്യത്തിലും അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ദൈവം ഇടയാക്കിയ ഘടകം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വാക്യം മറിയയുടെയും യോസഫിൻ്റെയും ജനത്തിൻ്റെയും ഹൃദയങ്ങളിൽ, അവരുടെ കാതുകളിൽ വളരെ ആശ്വാസവും സന്തോഷവുമായി. ദൈവം നമ്മോടുകൂടെ കടന്നു വരുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷമാണ്. അവൻ നമ്മോടുകൂടെ ഇരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നുള്ളത് സന്തോഷമാണ്. എന്നാൽ നമ്മുടെ പാപത്തിനു വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം അർഹിക്കുന്ന ഒരു കാര്യമാകിയാൽ നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്മസ് ഇന്ന് രാത്രിയിൽ നാം കൊണ്ടാടുകയല്ല, കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ നാം ആഘോഷിക്കുകയല്ല, മറിച്ച് ആ ലോകം മുഴുവൻ ആ ഒരു ഓർമ്മയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആരാണ് എന്ന് ഗാനങ്ങളിലൂടെയും ദൈവവചന ശുശ്രൂഷയിലൂടെയും നാം അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ പ്രോഗ്രാമിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ നൽകി തരണമേ. എല്ലാ ചുറ്റുപാടുകളും ഒരുക്കി തരണം. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണം. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാകണം. ദേശത്തിൻ്റെ നാനാ സ്ഥലത്തു നിന്ന് അനേകർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവരുടേതായ ശുശ്രൂഷകൾ വഹിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് വളരെ ദൈവകൃപ അവർക്ക് നൽകി ബലപ്പെടുത്തണം. പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. ഓരോ ശുശ്രൂഷ ചെയ്യുന്ന സൗകര്യ സഹോദരന്മാരെ കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിൽ വഹിക്കണം. ആദ്യോടന്തം അവിടുത്തെ വളരെ ദൈവകൃപ ഞങ്ങൾക്ക് അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ഗാനങ്ങളും ദൈവവചന ശുശ്രൂഷയും ചില ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സ്തോത്രം കർത്താവെ അവിടുന്ന് അനുവദിക്കണം. സ്തോത്രം. അതിന് മാനുഷികമായ ഒരു ശബ്ദവും ഇന്ന് കേൾക്കുവാനിടയാകാതെ സ്വർഗീയമായ ശബ്ദം ഞങ്ങൾക്ക് കേട്ട് ദൈവത്തെ സ്തുതിപ്പാനിടയാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാമിന്റെ 131 എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം പങ്കെടുക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് PS തമ്പാച്ചാൻ അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഈ മിനിസ്ട്രിയിലേക്ക് എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കാൻ കർത്താവിൻ്റെ ദാസന്മാരായ ബ്രദർ ജെയിംസ് കൊടുന്തറ, ബ്രദർ സാം തോമസ് ഉടുമൽപേട്ട്, ബ്രദർ ഷിബു ജോസ് ഉടുമൽപേട്ട്, അതുപോലെ ബ്രദർ ഷോൾ വർഗീസ് ദുബായ്, സൗകര്യമാരായ സിസ്റ്റർ അക്സാറ്റി സന്തോഷ് കൊട്ടാരക്കര, സിസ്റ്റർ ലിസ ബിജു ബഹ്റിൻ, സിസ്റ്റർ ജാനിസ് ലിസർ ജോയ് ഖത്തർ, സിസ്റ്റർ ഗോഡ്സി എ ബി എറണാകുളം. ഈ പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. ഈ സൗകര്യന്മാരെയും ദൈവനാമത്തിൽ എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും.
ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രോഗ്രാം, ഈ ഗാനശുശ്രൂഷ പ്രസന്റേഷൻ സെറമണി ചെയ്യുന്നത് കർത്താവിന്റെ ദാസനും ഇവാഞ്ചലിസ്റ്റ് ജോജോ പി ജോസഫ് ആലുവ അവറുകളാണ്. പ്രിയദാസനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയദാസനെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മിനിസ്റ്ററുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ബ്രദർ KM കുര്യൻ തിരുവാൻഡ്രം, അതുപോലെ മറ്റ് സൗകര്യസഹോദരന്മാർ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അടുത്ത ഗാന ശുശ്രൂഷയിലേക്ക് നാം കടക്കുകയാണ്. അതിന്റെ പ്രസന്റേഷനായിട്ട് കർത്താവിന്റെ ദാസൻ ജോജോ പി ജോസ് ബ്രദറിനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവറിനാഥ മിനിസ്ട്രിയുടെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഉള്ളതായിരിക്കുന്ന ശുശ്രൂഷകൾ അനുസ്യൂതം തുടരുവാൻ സ്വർഗത്തിലെ ദൈവം സംഗതിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുപക്ഷെ പാൻഡമിക് കാലയളവുകളിൽ ആരംഭം കുറിച്ച ഈ ശുശ്രൂഷ നാളിതുവരെ അനേക ശുശ്രൂഷകൾ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നിന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇത് ആ രീതി തുടരുവാൻ അഭംഗുരം മുന്നോട്ട് 131 എപ്പിസോഡിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗം കടാക്ഷിച്ചു. ക്രൈസ്തവ ഗാന കൈരളിക്ക് സുപരിചിതരല്ലാത്ത അനേകരെ ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്ലാഘനീയമാണ്. ഇന്നും അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും സുപരിചിതരായ ഗാനങ്ങൾ ആലപിക്കുന്ന ദൈവജനത്തെ, ദൈവമക്കളെ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുവാൻ സുവിശേഷകൻ സന്തോഷിനും അതുപോലെ തന്നെ പ്രിയ റോയിച്ചാനും ആമൻ കുര്യൻ അവർക്കും ഒക്കെ സ്വർഗത്തിലെ ദൈവം ഈ നാളുകളെ സംഗതിയാക്കി ഈ വർഷത്തിന്റെ അവസാന ശുശ്രൂഷ എന്നുള്ള, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ശുശ്രൂഷ എന്നുള്ള രീതിയിൽ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സംഗതിയാക്കി. നാം കേട്ടതുപോലെ 131 എപ്പിസോഡാണ്. അതിനവർ പേരിട്ടിരിക്കുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വാസ്തവത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മുടെ മരുഭൂ പ്രയാണത്തിൽ എത്രയോ സാന്ത്വനമാണ്. ഒരു തൂവൽ സ്പർശമായി കർത്താവിന്റെ സാന്നിധ്യം ഈ മരുഭൂ പ്രയാണത്തിൽ അനുഭവിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിഞ്ഞു നോക്കി നമുക്ക് പറയാതെ വയ്യ. പ്രാരംഭമായിട്ട് നാം കേൾക്കാനായിട്ട് പോകുന്ന ഗാനം ആ ഒരു അർത്ഥത്തിൽ തന്നെ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. അതിങ്ങനെയാണ്: ആരാധ്യനെ സമാരാധ്യനെ, ആരിലും ഉന്നതനായവനെ. അതിന്റെ 1-2 സ്റ്റാൻസിയിൽ വരുമ്പോൾ, എന്റെ രോഗക്കിടക്കയിൽ സൗഖ്യപ്രദായകനാണ്, എന്റെ വേദനയിൽ സ്വാന്തനമാണ്, നിന്റെ പ്രത്യക്ഷ ദിനം വരെ നീ എന്നെ കാവൽ ചെയ്യുന്നവനാണ് എന്നുള്ള ഈരടി എന്നെ ആ ഗാനത്തിന്റെ ഈരടികൾ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് സന്തോഷം നൽകി. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ സ്വാന്തനം ഏകുന്ന ഒരു മൃദുസ്വരമായി കർത്താവ് നമ്മളോട് കൂടെ ഇരുന്നു, ഇമ്മാനുവേലായി നമ്മളോട് കൂടെ ഇരുന്നു. അതുകൊണ്ട് ആരാധനാത്മകമായി ഹൃദയത്തോടു കൂടെ നമുക്ക് ഈ ഗാനത്തിന് ചെവി കൊടുക്കാം. ബ്രദർ ജെയിംസ് കൊടുന്തറ പ്രാരംഭമായി ആരാധ്യനെ സമാരാധ്യനെ എന്നുള്ള ഗാനം ആലപിക്കും. ആരാധ്യനേ സമാരാധ്യനേ, ആരിലുമുന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ, ആരിലുമുന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും, എന്റെ രക്ഷകനാമേശുവേ, എൻ
ആശ്വാസം നിന്റെ സാന്ത്വനമെന്നുമെന്നും എന്റെ രക്ഷകനാമേശുവേ എന്റെ സങ്കേതം നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ ആരിലുമുന്നതനായവനേ ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ എന്റെ രോഗസംഹാരകനേ എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ എന്റെ രോഗസംഹാരകനേ എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ ആരിലുമുന്നതനായവനേ ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ ആരിലുമുന്നതനായവനേ ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. നമ്മുടെ ഹൃദയ തന്ത്രികൾ ദൈവോന്മുഖമായ രീതിയിൽ മീട്ടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ താലന്തുകളെ ഈ നാളുകളിൽ ആത്മീയ ലോകത്തിന് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സംഗതി ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അടുത്ത ഗാനം കേട്ടില്ലേ സ്വർഗീയ ഗാനം കണ്ടില്ലേ മാലാഖ വൃന്ദം എന്നാരംഭിക്കുന്ന ഗാനമാണ്. നാമധേയ ക്രൈസ്തവ ലോകം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ ജനനത്തെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആഘോഷിക്കുന്ന ദിനരാത്രങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു ആഘോഷ തിമിർപ്പിലല്ലെങ്കിലും ക്രിസ്തു നമ്മുടെ മാംസളമായ ഹൃദയത്തിൽ ഭൂജാതനായതിന്റെ സന്തോഷവും ആ പ്രസരിപ്പുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ള സ്വർഗീയ വൃന്ദത്തിന്റെ ആ ഗാനപ്രതിഗാനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എത്രയോ പ്രത്യാശയുടെ പൊൻകിരണമാണ് ഉദിപ്പിക്കുന്നത്. ആ അർത്ഥം വരുന്ന മനോഹരമായ ഒരു ഗാനം ബ്രദർ ഷാലു വർഗീസിന്റെ ശബ്ദത്തിൽ നമുക്ക് ശ്രമിക്കാം. അതിനായി പ്രിയ കർത്തൃദാസനെ ക്ഷണിക്കും. സ്വർഗീയ ഗാനം കണ്ടില്ലേ മാലാഖ വൃന്ദം, കേട്ടില്ലേ സ്വർഗീയ ഗാനം കണ്ടില്ലേ മാലാഖ വൃന്ദം, മിന്നുന്ന
ക്രിസ്മസ് രാവ്. കേട്ടില്ലേ സ്വർഗീയ ഗാനം. ഇരുളിന്റെ പാതയിൽ സുരദീപ്തി ചൊരിയുന്ന തിരുജനനം. സ്വർഗീയ ദീപമായി ഇരുളിന്റെ പാതയിൽ സുരദീപ്തി ചൊരിയുന്ന തിരുജനനം. കേട്ടില്ലേ സ്വർഗീയ ഗാനം. സ്നേഹത്തിൻ ഗായകരേ പാടുവിൻ ഹല്ലേലൂയ. സ്നേഹത്തിൻ ഗായകരേ പാടുവിൻ ഹല്ലേലൂയ. ശാന്തിതൻ ദൂതനായി മർത്യന്റെ രക്ഷയായി ഉലകിന്റെ നാഥൻ പിറന്നരായ. ശാന്തിതൻ ദൂതനായി മർത്യന്റെ രക്ഷയായി ഉലകിന്റെ നാഥൻ പിറന്നരായ. കേട്ടില്ലേ സ്വർഗീയ ഗാനം. കണ്ടില്ലേ മാലാഖ വൃന്ദം. കേട്ടില്ലേ സ്വർഗീയ ഗാനം. കണ്ടില്ലേ മാലാഖ വൃന്ദം. മിന്നുന്ന താരാക്കൂട്ടം വന്നല്ലോ ക്രിസ്മസ് രാവ്. മിന്നുന്ന താരാക്കൂട്ടം വന്നല്ലോ ക്രിസ്മസ് രാവ്. കേട്ടില്ലേ സ്വർഗീയ ഗാനം. താങ്ക് യു. താങ്ക് യു ബ്രദർ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം അതുല്യമായിരുന്നു. അവന്റെ ജീവിതവും അതുല്യമായിരുന്നു. അത്ഭുതാപകമായ ജീവിതമാണ് ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് കാഴ്ചവെച്ചത്. കാരണം താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നത്തിനുള്ള പരിഹാരകനായി അനന്തതയിൽ നിന്നും അവനിയിലേക്ക് ആഗമിച്ചു. വാസ്തവത്തിൽ നമ്മുടെ കലണ്ടറുകളിലൊക്കെ ക്രിസ്മസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് മഹാന്മാർ ജനിച്ചതൊക്കെ മഹാത്മാഗാന്ധിയുടെ ഗാന്ധി ജയന്തി എന്നും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ജയന്തി എന്നും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രിസ്തു ജയന്തി എന്നാണ് ഇടേണ്ടത്. പക്ഷേ ക്രിസ്തു ജയന്തി എന്നല്ല കലണ്ടറിൽ കാണുന്നത്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോസ് മാസ് എന്ന മൂലഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പദമാണ് ക്രിസ്മസ്. ത്യാഗോജ്വലമായ ഒരു ബലിയായിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള അർത്ഥമാണ് അതിന്റെ പിന്നാമ്പുറത്ത് ഉള്ളത്. അടുത്ത ഗാനം, ദൈവത്തിൻ പുത്രനാം യേശു ഭൂജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ. ഈ ഭൂമിയിൽ യഥാർത്ഥ മാതൃക പുരുഷവിശേഷമായി കടന്നു വന്ന വ്യക്തി പ്രഭാവമത്രേ നമ്മുടെ പ്രമേയമാകുന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ ജീവിച്ച് മരിച്ചവനാണ്, എന്നാൽ അവിടം കൊണ്ട് കഴിഞ്ഞവനല്ല. മരണത്തിന്റെ ആ മാറാല കീറി അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യാശയുടെ പൊൻകിരണം ജനത്തിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അങ്കൂരിക്കുവാൻ കാരണമായ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഈ ഗാനത്തിന്റെ പല്ലവിയിൽ അടങ്ങിയിട്ടുണ്ട്. സിസ്റ്റർ ഗോഡ്സി എബി എറണാകുളത്ത് നിന്ന് പ്രിയമകളുടെ ശബ്ദത്തിൽ നാം ആ ഗാനം കേൾക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ പുത്രനായ യേശു ഭൂജാതനായി. അവനൊരു മാതൃക പുരുഷ വിശേഷമാണ് എന്നുള്ള അർത്ഥത്തിലുള്ള ഗാനത്തിന് നമുക്ക് ചെവി കൊടുക്കാം.
തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയില്ല തൻ കയ്യിലെന്നോർത്താൽ ഹാ എത്ര ധന്യമേ ലോകജീവിതം. Praise the Lord. അടുത്ത ഗാനം കർത്തൃദാസൻ ജോർജ് കോശിയിലൂടെ വിരചിതമായ ഗാനമാണ്. ദൈവസ്നേഹം ചൊല്ലാൻ ആവിൽ എനിക്ക്, വർണ്ണിച്ചത് തീർപ്പാൻ നാവിൽ എനിക്ക് എന്നുള്ളതായിരിക്കുന്ന ഗാനമാണ്. ദൈവസ്നേഹത്തിന്റെ ആഴം, അതിന്റെ പരപ്പ്, അതിന്റെ സ്വാധീനത വർണ്ണനാതീതമാണ്. ഒരു ഭക്തൻ പറഞ്ഞതുപോലെ, ഈ സമുദ്രത്തിലെ ജലം മുഴുവൻ മഷിയായാലും ഭൂപരപ്പിലുള്ള വൃക്ഷലതാദികളുടെ ചില്ലകൾ പേനയായി വർത്തിച്ചാലും ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ച് തിട്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ഭൂമിയിൽ വ്യത്യസ്ത രീതിയിലുള്ള സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ GK എടുത്തു പറയുന്ന ഒരു സ്നേഹം ഇതാണ്: അമ്മ മറന്നാലും മറന്നിടാത്ത അനുപമ സ്നേഹം. അത് അതുല്യമായ സ്നേഹമാണ്. അതിനും അപ്പുറത്തേക്കുള്ളൊരു സ്നേഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണത്. അത് അഗപ്പെ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിന്റെ മുമ്പിൽ നിർവ്യാജ സ്നേഹം, അത് കർത്താവ് നമ്മളോട് കാണിച്ചതാണ്. മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട നമ്മളെ സർവതന്ത്ര സ്വതന്ത്രരായി വിടുവാൻ ആ നരകത്തെ നമ്മുടെ കർത്താവ് ആസ്വദിച്ചു. നമുക്ക് പകരക്കാരനായിട്ട് അവൻ ആ കാൽവറി ക്രൂശിൽ ഒരു ബലിയായി തീർന്നു. സ്വന്തം പുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു പരൻ എന്ന വളരെ അർത്ഥവത്തായ ദൈവസ്നേഹത്തിന്റെ അത്യുംഗ ശ്രേണിയെ വരച്ചു കാണിക്കുന്ന മനോഹരമായ ഗാനം ബ്രദർ ഷിബു ജോസിന്റെ ശബ്ദത്തിൽ നമുക്ക് ശ്രമിക്കാം. അതിനായി പ്രിയ കർത്തൃദാസനെ ക്ഷണിക്കുന്നു. ദൈവസ്നേഹം ചൊല്ലാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ല എനിക്ക്. ദൈവസ്നേഹം ചൊല്ലാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ല എനിക്ക്. ആഴിയിലും ആഴം ദൈവത്തിൻ്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ആഴിയിലും ആഴം ദൈവത്തിൻ്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. സ്നേഹം അതെന്തൊരാശ്ചര്യമേ, ദൈവസ്നേഹം എത്ര അത്ഭുതമേ. സ്നേഹം അതെന്തൊരാശ്ചര്യമേ, ദൈവസ്നേഹം എത്ര അത്ഭുതമേ. അമ്മ മറന്നാലും മറന്നിടാത്ത അനുപമ സ്നേഹം, അതുല്യ സ്നേഹം. അമ്മ മറന്നാലും മറന്നിടാത്ത അനുപമ സ്നേഹം, അതുല്യ സ്നേഹം. അനുദിനമേകി അവനിലെന്നെ അനുഗ്രഹിച്ചിടും അവർണ്യ സ്നേഹം. അനുദിനമേകി അവനിലെന്നെ അനുഗ്രഹിച്ചിടും അവർണ്യ സ്നേഹം. സ്നേഹം
അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ സ്നേഹം. അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ. അലകളുയെന്നാൽ അലയുകില്ല, അലിവുള്ള നാഥൻ അരികിലുണ്ട്. അലകളുയെന്നാൽ അലയുകില്ല, അലിവുള്ള നാഥൻ അരികിലുണ്ട്. വലമിടമെന്നും വലയമായി നിന്നു വല്ലഭനേകും ബലമതുല്യം. വലമിടമെന്നും വലയമായി നിന്നു വല്ലഭനേകും ഫലമതുല്യം. സ്നേഹം അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ സ്നേഹം. അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ. സ്വന്തപുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു പരൻ. സ്വന്തപുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു പരൻ. അന്തമില്ല കാലം സ്തുതി പാടിയാലും തൻ തിരുകൃപയ്ക്കതു ബദലാമോ. അന്തമില്ല കാലം സ്തുതി പാടിയാലും തൻ തിരുകൃപയ്ക്കതു ബദലാമോ. സ്നേഹം അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ സ്നേഹം. അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ. ദൈവസ്നേഹം ചൊല്ലാനാവില്ല എനിക്ക്, വന്നിച്ചതു തീർക്കാനാവില്ല എനിക്ക്. ദൈവസ്നേഹം ചൊല്ലാനാവില്ല എനിക്ക്, വന്നിച്ചതു തീർക്കാനാവില്ല എനിക്ക്. ആഴിയിലും ആഴം ദൈവത്തിൻ്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ആഴിയിലും ആഴം ദൈവത്തിൻ്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. സ്നേഹം അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ സ്നേഹം. അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ സ്നേഹം. അതെന്തൊരാശ്ചര്യമേ. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. അടുത്തതായി നാം കേൾക്കാനായിട്ട് പോകുന്ന ഗാനം മഗീദേ മാനസ മഗധേ ശരണം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നരേഷൻ പറയണമെങ്കിൽ തമ്പാച്ചായനെ പോലുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. പ്രിയ സന്തോഷ് ബ്രദറിന്റെ മകൾ അക്സ സന്തോഷാണ് അത് പാടുന്നത്. അതിലൊരു ലൈൻ ഇങ്ങനെയാണ്: നിത്യ സത്യമൻ ജീവ സാരമൻ, നീ എൻ്റെ നിത്യസത്യമാണ്, ജീവിത സാരാംശമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അവകാശപ്പെട്ടവൻ, അവനോട് മാത്രമേ നമുക്ക് കടപ്പാടുള്ളൂ. യേശുദേവനെ വന്ദനം എന്നുള്ളൊരു പദം കർത്താവിന്റെ വളരെ നല്ല ക്ലാസിക്കൽ സോങ് ആണ്. ദൈവസ്നേഹത്തെ ആവോളം വർണ്ണിക്കുന്ന, അല്ലെങ്കിൽ കർത്താവും സഭയുമായിട്ടുള്ളതായിരിക്കുന്ന ആ സ്നേഹത്തിന്റെ എന്താണ് പറയേണ്ടത്, അതിന്റെ ആഴത്തെ ഒന്ന് നമ്മളെ ഓർപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് നാം കേൾക്കാനായിട്ട് പോകുന്നത്. പ്രിയ മകൾ
അക്സ സന്തോഷിനെ അതിനായിട്ട് ക്ഷണിക്കും.
ജഗദീശ്വര महिदे मानस महदे शरणं येशुदेवने वन्दनम् താങ്ക് യു മോളെ, വളരെ നന്നായി ആ ഗാനം പ്രിയമകൾ പാടി. കർത്താവ് ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ഇതുവരെ നാം മലയാളം പാട്ടുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇനി ഒരു തമിഴ് ഗാനം നമുക്ക് ശ്രവിക്കാം. സുവിശേഷകൻ സാം തോമസ് ഉടുമൽപേട്ടാണ് അത് പാടുന്നത്. ഉന്നതി ദേവനക്ക് മഹിമൈ. தேவன் தம்முடைய ஒரு பேரான குமாரனை விசுவசிக்கிறவன் ஏவனோ அவன் கெட்டு போகாமல் அவனை தந்துருளி ഇവണ്ണമായി ഉലകത്തിൽ അൻപ് കൂർത്താൻ. ആ അർത്ഥം വരുന്ന ഗാനമാണ് എന്ന് എനിക്ക് ഏറെക്കുറെ മനസ്സിലാക്കുന്നു. റോയിച്ചാൻ ചിരിക്കുന്നുണ്ട്. ഉന്നതത്തിൽ അധിവസിക്കുന്ന ദൈവത്തിന് സകല മഹത്വം. തന്റെ ഏകജാതനായ പുത്രനെ ആ ഔന്നത്യത്തിൽ നിന്നും ഈ താഴ്ചയിലേക്ക് പിതാവായ ദൈവം അയച്ചു. അങ്ങനെ ദൈവ സ്നേഹം എന്താണ് എന്ന് ലോകത്തെ കാണിച്ചു. ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള ഈരടികൾ സുവിശേഷകൻ സാം തോമസ് നമുക്കായി ആലപിക്കും. നാമം മഹത്വപ്പെടുമാറാകട്ടെ. പാടി സ്തുതിക്കാം. ഗാന ശുശ്രൂഷയിൽ പാടുവാൻ അടിയൻ ലഭിച്ച ഈ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ ഭാരവാഹികളും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ ജനനത്തെയും വർണ്ണിക്കുന്നതായ ഒരു തമിഴ് ഗാനം ഇപ്പോൾ ആലപിക്കാൻ ആരംഭിക്കുന്നു. ഉന്നത ദേവനുക്കേ മഹിമൈ, ഉലകിൽ സമാധാനമാമേ. தேவனுக்கே மகிமை, உலகில் சமாதானமே. காரிருள் நீக்கிட குவலயமே பேரொளியா ஜனித்தார். காரிருள் நீக்கிட குவலய நீதிலே பேரொளியா ஜனித்தார். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா, துதி அவர்க்கே. ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா, துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. கண்டிதுவோ மனுக்கோலம் மனுவேலனா, மாட்சிமையாவையும் துறந்தே இவ்வுலகில் மாவொளியா ஜனித்தார். மாட்சிமையாவையும் துறந்தே இவ்வுலகில் மாவொளியா ஜனித்தார். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா, துதி அவர்க்கே. ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா, துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே.
சத்தியம் நீந்திட தன்னொழியாய் ஜெனித்தார். கர்த்தர் கிருபையும் சத்தியம் நீந்திட தன்னொழியாய் ஜெனித்தார். ஹல்லேலூயா 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 துதி அவர்க்கே. ஹல்லேலூயா 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 துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. வாழ்த்துவோம் பாலகன் இயேசுபரன் வல்ல தேவனின் ஏகசுதன். வாஞ்சித்தாரே எம்மில் வாசம் செய்திடவே மாவொளியாய் ஜெனித்தார். வாஞ்சித்தாரே எம்மில் வாசம் செய்திடவே மாவொளியாய் ஜெனித்தார். ஹல்லேலூயா 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 துதி அவர்க்கே. ஹல்லேலூயா 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 துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. உன்னத தேவனுக்கே மகிமை உலகில் சமாதானமாமே. காரிருள் நீக்கிட குவலய மீதிலே பேரொளியாய் ஜெனித்தார். காரிருள் நீக்கிட குவலய மீதிலே பேரொளியாய் ஜெனித்தார். ஹல்லேலூயா 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 துதி அவர்க்கே. ஹல்லேலூயா 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 துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. ஹல்லேலூயா துதி அவர்க்கே. Thank you. താങ്ക് യു ബ്രദർ. വളരെ നന്നായി ആ ഗാനം ആലപിച്ചു. തമിഴ് ഭാഷ എന്നുള്ളത് ആ ദൈവസ്നേഹത്തിന്റെ ആ പരിപൂർണമായ അർത്ഥത്തിൽ തന്നെ ആ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല തമിഴ് ഭാഷയിലുള്ളൊരു സ്തോത്രം കേട്ട് കഴിഞ്ഞാൽ തന്നെ ആ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ ആ ഭാഷയ്ക്കുണ്ട് എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ്. പ്രിയ കർത്തൃദാസന് ആ ഗാനം നല്ല രീതിയിൽ പാടുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഗാനമാണ് നാം കേൾക്കാനായിട്ട് പോകുന്നത്. ജാനിസ് ലിസ് റിജോയ് ദോഹയിൽ നിന്ന് പ്രിയ നമുക്കായ ഗാനം ആലപിക്കുന്നു. ഒരനർത്ഥം എനിക്ക് സംഭവിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് ഭയപ്പെടുവാനില്ല എന്ന് പറഞ്ഞവൻ ഗോഡ് ഈസ് വിത്ത് us. ഇമ്മാനുവേലായി ആ ദൈവം തമ്പുരാൻ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. രാത്രിയിലെ ഭയം എന്നെ അത് യേശുകയില്ല. അവൻ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള നിശ്ചയദാർഢ്യം ഒരു ദൈവ പൈതലിനെ മുന്നോട്ട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകമാണ്. ഈ അർത്ഥം വരുന്ന മനോഹരമായ ഒരു ഗാനത്തിന് നമുക്ക് ചെവി കൊടുക്കാം. You will lead the way. We have found a refuge, only you can say.
Sing with joy now, our God is for us. The Father's love is a strong and mighty fortress. Raise your voice now, no love is greater. Who can stand against us if our God is for us? Even when I stumble, even when I fall, even when I turn back, still your love is sure. You will not abandon, you will not forsake. You will cheer me onward with never-ending grace. Sing with joy now, our God is for us. The Father's love is a strong and mighty fortress. Raise your voice now, no love is greater. Who can stand against us if our God is for us? Neither height nor depth can separate us. Hell and death will not defeat us. He who gave his Son to free us holds me in his love. Neither height nor depth can separate us. Hell and death will not defeat us. He who gave his Son to free us holds me in his love. Sing with joy now, our God is for us. The Father's love is a strong and mighty fortress. Raise your voice now, no love is greater. Who can stand against us if our God is for us? Sing with joy now, our God is for us. The Father's love is a strong and mighty fortress. Raise your voice now, no love is greater. Who can stand against us if our God is for us? പ്രിയ മകൾ നന്നായി പാടി. നമുക്കറിയാം പ്രിയ റോയിച്ചായന്റെ ഗ്രാൻഡ് ഡോട്ടറാണ്, കൊച്ചുമോളാണ്. മകളോട് കൂടെ അതിന്റെ പിന്നിലും ഒരു ശബ്ദം നാം കേട്ടു. ആ പിന്നണിയിലുള്ള ശബ്ദത്തിനെയും ദൈവം തുറന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു ഗാനം TK സൗമ്യ സാറിനാൽ വിരചിതമായ മനോഹരമായ ഒരു ഗാനമാണ്. വളരെ സുപരിചിതമായ ഗാനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രൈസ്തവ കൈരളിയുടെ ഓരോ മലയാളികളുടെയും നാവിന്റെ തുമ്പിൽ തത്തിക്കളിക്കുന്ന ഈരടികൾ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവ. അവനോട് ഒപ്പം നിർത്തുവാൻ, അവനൊപ്പം പറയാൻ, അവന് പകരക്കാരനായി ഒരുത്തനെ നിർത്തുവാനായിട്ട് മറ്റാരുമില്ല. അവനെ പോലെ ആരാധ്യനായവൻ മറ്റൊരാളില്ല. അവനിൽ ശരണപ്പെട്ടവരെ ആരും ഒരു നാളും ആകുലരായിട്ടില്ല. അവരെ അലയുവാൻ ഇട വന്നിട്ടില്ല. എത്രയോ മനോഹരമായ ഈരടികളാണ് അതില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവനെ പൊതുവായിട്ട് ദൈവം നിർത്തിയിരിക്കുന്നു. അവനെ കൊണ്ട് മാത്രമാണ് പിതാവായ ദൈവവും പാപിയായ മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെ പാത വെട്ടിത്തുറന്നത്, അല്ലെങ്കിൽ തന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിരപ്പ് തന്നത് എന്ന് TKS അവിടെ കുറിക്കുകയാണ്. അതുകൊണ്ട് ഒരാഹ്വാനം, വരുവിൻ, വണങ്ങി നമസ്കരിക്കുവിൻ. അതെ, ഈ ആരാധ്യനായവനെ വരിക, നമസ്കരിക്കുക എന്നുള്ള ആഹ്വാനത്തോടു കൂടെയാണ് ആ ഗാനം അവസാനിക്കുന്നത്. അതുകൊണ്ട് ബലവും ബഹുമാനവും അവന്റെ മുമ്പിൽ അർപ്പിച്ച് വീണ് കുമ്പിട്ട് ആരാധിക്കുവാനായിട്ട് പ്രചോദനം നൽകുന്ന മനോഹരമായ ഒരു ആരാധന ഗാനത്തിന്റെ ഈരടികൾ പ്രിയ ഷിബുച്ചായന്റെ ശബ്ദത്തിൽ നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് പ്രിയ മകനെ ക്ഷണിക്കുന്നു.
ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി. മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനിക്ക് പൊതുവായി നീറുത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനിക്ക് പൊതുവായി നീറുത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെ ഓർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനമാകവേ ആകവേ ഇരുമുൻപിൽ അർപ്പിച്ചു വീഴുവിൻ വീഴുവിൻ. ബലവും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വെരി ഗുഡ്. നന്നായി ഗാനങ്ങൾ ആലപിപ്പാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. കർത്താവിന് നന്ദിയോടെ വാഴ്ത്തുന്നു. അവരുടെ ശബ്ദം ഇനിയും ദൈവനാമ മഹത്വത്തിനു വേണ്ടി കൂടുതൽ സ്ഥലങ്ങളിൽ ഉപകാരപ്പെടുവാനായിട്ട് കർത്താവ് സംഗതിയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി തുടർന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് നാം പോവുകയാണ്. പ്രിയ തമ്പാച്ചായനെ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല.
ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വേലയുടെ മുഖത്ത്, അതിന്റെ രണാങ്കണത്തിൽ വളരെ ധീരതയോടുകൂടെ ചങ്കൂറ്റത്തോടുകൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു കർത്തൃദാസനാണ്. ഞങ്ങള് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ദൈവദാസന്മാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അതില് എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന ഒരു കർത്തൃദാസനാണ് സുവിശേഷൻ PS തമ്പാൻ അവറുകൾ. തന്റെ ശബ്ദവും തന്റെ ഗാംഭീര്യതയും ദൈവവചനത്തിന്റെ അനുസ്യൂതമായിരിക്കുന്ന പ്രഘോഷണത്തിന് കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചിട്ടുണ്ട്. താൻ ഇരിക്കുന്നതിന്റെ പിന്നാമ്പുറം ഒന്ന് സൂം ചെയ്താൽ ഒരു അക്ഷരങ്ങളുടെ ലോകത്താണ് താൻ ഇരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം ലൈബ്രറി അല്ലെങ്കിൽ പുസ്തകങ്ങൾ സംഭരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം ഉണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. തന്റെ ഭവനം ഞാൻ സന്ദർശിച്ചപ്പോ എനിക്ക് അത്ഭുതമുണ്ടായി. അന്ന് തൊട്ടാണ് ഞാനും കുറച്ച് പുസ്തകമൊക്കെ ഇങ്ങനെ ചരടിച്ചു വെക്കുവാനായിട്ടിടയായി. എൻ്റെ പിന്നാമ്പുറത്ത് അല്പം ചില പുസ്തകങ്ങൾ, പ്രിയ തമ്പാച്ചാന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ഓർക്കുകയാണ്. പ്രിയ കർത്തൃദാസനെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കർത്താവ് തന്നെ എടുത്തുപയോഗിക്കുന്നു. ശാരീരികമായ വൈഷമ്യങ്ങളിലും കർത്താവ് അനുസ്യൂതം ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി തന്നെ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കേരള ക്രൈസ്തവ സാഹിത്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മകൾ വ്യക്തിത്വമാണ് സുവിശേഷൻ PS തമ്പാൻ. അധികമൊന്നും ഞാൻ പറയുന്നില്ല. പ്രിയ കർത്തൃദാസനെ സകല ആദരവോടുകൂടെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഇങ്ങനെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം, മക്കളെന്ന് വിശേഷിപ്പിക്കാം, അങ്ങനെയൊക്കെയുള്ള നിങ്ങളോടുകൂടെ കുറേ സമയം ചെലവിട്ട് ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ശ്രവണ സുന്ദരമായ മാധുര്യമായ ഗാനങ്ങൾ കേട്ട് സന്തോഷിക്കുവാനിടയായി. ഇവിടെ പാടിയ മിക്കവാറും എല്ലാവരോടും കൂടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ എളിയവനായി എനിക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇവരെല്ലാവരെയും കണ്ടപ്പോൾ ഹൃദയത്തിന് ഒരു വലിയ സന്തോഷമുണ്ടായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവിന്റെ ദാസൻ ജോജോ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് എളിയവനായി എന്നെ ക്ഷണിച്ച പ്രിയ സഹോദരൻ സന്തോഷിനോടും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള സഹോദരന്മാരെ എല്ലാവരെയും എനിക്കറിയാം. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇമ്മാനുവേൽ എന്നാണ് ഈ പ്രോഗ്രാമിന്, കാൽവറി നാഥത്തിന്റെ ആണ് ഈ പ്രോഗ്രാമെങ്കിലും ഈ പ്രത്യേക പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന പേര് ഇമ്മാനുവേൽ എന്നാണ്. ബൈബിളിൽ ഇമ്മാനുവേൽ എന്ന വാക്ക് ആദ്യം വരുന്നത് യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലാണ്. ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോക ചരിത്രത്തെ കർത്താവായ യേശുക്രിസ്തു നമ്മളൊക്കെ പറയുന്നതാണ് രണ്ടായിട്ട് തിരിച്ചു. ക്രിസ്തുവിന്റെ വരവ് ഒരു ചരിത്ര സംഭവമാണ്, ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. തിരുപ്പിറവി എന്ന് ചിലർ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ക്രിസ്മസ് മുമ്പ് നമ്മൾ കേട്ടല്ലോ. പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നാമധേയം അതാണ്. മാത്രവുമല്ല, നമ്മൾ സാധാരണ പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ജഡാവതാരം. ക്രിസ്തുവിന്റെ ജഡാവതാരം, ദൈവത്തിന്റെ ജഡാവതാരം. ഇതിനെ വിമർശിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട്. അവതാരം എന്നുള്ള വാക്ക് ബൈബിളിലുണ്ടോ, മലയാളം ബൈബിളിലുണ്ടോ എന്ന്. മലയാളത്തിൽ അവതാരം എന്ന വാക്കില്ല, പക്ഷെ അവതാരം മലയാളത്തിലും ഉണ്ട്. ഈ അവതാരം എന്ന വാക്കിന്റെ അർത്ഥം ഇറങ്ങി വരവെന്നാണ്. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിറയെ
യേശു കർത്താവ് ആവർത്തിച്ച് ഈ അവതാരം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എന്നുള്ള പ്രയോഗം. ഇന്ന് നമ്മുടെ ഈ പ്രത്യേക പ്രോഗ്രാമിന് ഇമ്മാനുവേൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇമ്മാനുവേൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പ്രത്യേകിച്ച് അത് പരതി പോകേണ്ട കാര്യമില്ല, ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. ബൈബിൾ നമ്മൾ ആകമാനം പരിശോധിച്ചാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോട് ബന്ധപ്പെട്ട് 3 വിധത്തിൽ ദൈവാധിവാസം നമ്മൾക്ക് കാണാൻ കഴിയും. ഒന്ന്, ദൈവം മോശയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കും, അതിന് നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കണം. നടുവിൽ വസിക്കുന്ന ദൈവം. നമ്മള് മത്തായി സുവിശേഷത്തിൽ കാണുന്നത് 1-ാം അധ്യായത്തിൽ കൂടെ വസിക്കുന്ന ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ദൈവം, നടുവിൽ വസിക്കുന്ന, ജനത്തിന്റെ നടുവിൽ വസിക്കുന്ന ദൈവം, ജനത്തോട് കൂടെ വസിക്കുന്ന ദൈവം. തീർന്നില്ല. 3-ാമതായി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ്ലീഹ എഴുതിയിട്ടുണ്ട്, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കുന്നു. ഈ 3 വിധത്തിലുള്ള അധിവാസം ബൈബിളിൽ ദൈവത്തെ സംബന്ധിച്ച് കാണും. ലോകത്തിൽ ഒരു മതങ്ങൾക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത 3 പ്രത്യേക തരം ദൈവിക അധിവാസമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാ മതങ്ങളും, ഒന്നല്ല എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ദൈവത്തോട് കൂടെ വല്ലോ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകണം. എന്നാൽ ബൈബിൾ പറയുന്നു ദൈവം നമ്മുടെ അടുക്കലേക്ക് വന്നു എന്ന്. ഇതാണ് വേദപുസ്തകത്തിന്റെ മഹത്തായ വലിയ സന്ദേശം. ഞാൻ ഇന്ന് ഈ വിഷയങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കാനോ ചിന്തിക്കാനോ നമ്മൾക്ക് അവസരമില്ല. ഞാൻ ചുരുക്കി പറയാം. മറിയയുടെ ഗർഭാശയത്തിൽ ദൈവാത്മാവ് ചെയ്ത ഒരു മഹത്തായ പ്രക്രിയ, ആ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു പുരുഷന്റെയോ ഒരു ഭർത്താവിന്റെയോ ജോലിയല്ല. ആരെങ്കിലും അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. എന്താണ് മറിയയുടെ ഗർഭാശയത്തിൽ നടന്നത്? ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്മസിൽ നടന്നത് എന്താ? യേശുക്രിസ്തുവിന് ദൈവം ഒരുക്കിയ ശരീരം. അതാണ് നമ്മൾ എബ്രായ ലേഖനം 10:5 വായിക്കുന്നത്. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇത് സ്വർഗീയ കൗൺസിലിൽ നടന്ന ഒരു സംഭാഷണമാണ്. വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ പരിശോധിച്ചാൽ ദൈവം, ദൈവിക തൃത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇവര് 3 പേരും കൂടെ നടത്തിയിട്ടുള്ള ഈ 3 ആളത്വങ്ങൾ തമ്മിൽ നടത്തിയിട്ടുള്ള ചില കോൺവെർസേഷൻ, സംഭാഷണങ്ങളുണ്ട്. ദൈവിക സംഭാഷണം. ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ ഒരിക്കലും നടന്ന ഒരു സംഭാഷണമാണ് 40-ാം സങ്കീർത്തനത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അവിടെ? ഒരു ചോദ്യമുണ്ട്, ആര് പോകും? എന്തിന്? ദൈവം പറയുകയാണ്, എന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ ആര് പോകും? അവിടെ ഒരു മറുപടി പറയുന്നു. പുത്രനാണ് മറുപടി പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, ഞാൻ പോകാം. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകി ലോക ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുവാൻ, മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനോട് കൂടെ അധിവസിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണ് മറിയയുടെ ഗർഭാശയം.
ആ ഒരുക്കപ്പെട്ട ശരീരം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുവാൻ ഒരുക്കപ്പെട്ട ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറിയയുടെ ഉദരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് അവളിൽ ഉരുവായത് ദൈവാത്മാവിനാലാകുന്നു എന്ന് മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ചരിത്രം ഇതപര്യന്തം കണ്ടിട്ടില്ലാത്ത ലോകത്തിലെ അതിമഹത്തായ സംഭവം, സാക്ഷാൽ ദൈവം ഒരു ശരീരം സ്വീകരിച്ച് മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു ഇമ്മാനുവേലായി മാറി, മനുഷ്യനോട് കൂടെ ജീവിക്കുവാൻ തയ്യാറായി. ഞാൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ദൈവവചനമായ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം, 2 സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 8-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ്. 8-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്. മനുഷ്യനെ സന്ദർശിക്കുക, മനുഷ്യനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ സന്ദർശിക്കാൻ സ്വർഗം വിട്ട് മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നതാണ് ലോക ചരിത്രത്തിലെ, ദൈവം ഇറങ്ങി വന്നതാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്മസ്. ഞാന് വളരെ ചുരുക്കിക്കൂട്ടി പറയട്ടെ, ഈ വരവിന് ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. ഈ ആഗമനത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. രണ്ടാമത്, ഈ സന്ദർശനം എന്ന വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലാണ്. ആ 2-ാം അധ്യായത്തിന്റെ 79-ാം വാക്യത്തിലാണ്. ആരാണ് ഇത് പറഞ്ഞ? സന്ദർഭമൊന്നും പറയാൻ ഞാൻ മുതിരുന്നില്ല. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു. ഉയരത്തിൽ നിന്ന് ഉദയം, വെളിച്ചം മനുഷ്യനെ സന്ദർശിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ പറയാം. ഒന്ന്, ദൈവം, സാക്ഷാൽ ദൈവം മനുഷ്യനെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം മനുഷ്യനെ സന്ദർശിക്കാൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരികയുണ്ടായി. ഇവിടെ വളരെ ലോക പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ മാത്രം ഉള്ളല്ലോ, പൊതുവിലുള്ള ആളുകളൊന്നും ഇത് കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനൊരു സൂചന നൽകി പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, തിരു അവതാരം, ജഡാവതാരം, മനുഷ്യ അവതാരം സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരുപാട് സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ദൈവം മനുഷ്യനായി തീരുക, അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്, അതാണ് ഞാൻ വളരെ ചുരുക്കമായി പറഞ്ഞത്. ദൈവം മനുഷ്യനായി വരേണ്ടിയിരുന്നോ എന്നുള്ള വേറൊരു ചോദ്യം കൂടെയുണ്ട്. ദൈവം ദൈവമായിരുന്ന മനുഷ്യനെ രക്ഷിച്ചുകൂടെ എന്ന്. അതിൻ്റെ ഒക്കെ യുക്തിപരമായിട്ടുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ വളരെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ഒരു പണ്ഡിതൻ എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാൻ വായിക്കുകയുണ്ടായി. അത് ഒരു ചിതലിന്റെ കൂടെ, ചിതൽപുറ്റ് അത് പൊളിഞ്ഞുപോയി. പക്ഷെ ആ ചിതലിന്റെ പുറ്റ് പുനർനിർമ്മിക്കണമെങ്കിൽ, ഈ ഒരു വ്യക്തി പുനർനിർമ്മിക്കണമെങ്കിൽ ആരായാലും ഒരു വ്യക്തിയെ കൊണ്ട് അത് സാധിക്കുകയില്ല, ചിതലായേ മതിയാകും. ഒരു ചിതലിന് മാത്രമേ ചിതലിന്റെ വീട് പണിയാൻ സാധിക്കുകയുള്ളൂ. ദൈവം ദൈവമായിരുന്നു കൊണ്ട് ഒരിക്കലും മനുഷ്യന്റെ രക്ഷ സാധിക്കയില്ല. അതിന് പ്രധാനമായിട്ടും ഞാൻ അത് ചുരുക്കി പറയട്ടെ, വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ, ദൈവം മനുഷ്യന്റെ
രക്ഷ സാധിക്കണമെങ്കിൽ മനുഷ്യനായി വരേണ്ട കാര്യം എന്താണ്? ഒന്ന്, പാപം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോട് ചെയ്തതാണ്, അവൻ അവനോട് ചെയ്തതാണ്, അവൻ സമൂഹത്തോട് ചെയ്തതാണ്. ഈ പാപത്തിന് പരിഹാരം വരണം എങ്കിൽ അതിനുള്ള ശിക്ഷ ഏറ്റെടുത്തേ മതിയാകും. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. മരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകമാണ്. നമ്മളൊക്കെ പരസ്യത്തിനൊക്കെ പറയുന്നതാണ് നരകമാണ്. നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന് മരണമില്ല. ദൈവത്തിന് മരണമില്ലെങ്കിൽ മനുഷ്യന്റെ സ്ഥാനത്ത് മരിച്ചെങ്കിലേ മതിയാകുള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരിക്കണമെങ്കിൽ ദൈവം മനുഷ്യനായേ മതിയാകും. രണ്ട്, അതേ വചനം തന്നെ ചിന്തിക്കുക. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പോൾ അതിനെന്ത് വേണം? ശരീരം വേണം എന്ന് മാത്രമല്ല, പാപത്തിന്റെ മോചനം സാധ്യതമാകണമെങ്കിൽ രക്തം അനിവാര്യമാണ്. രക്തം കൂടാതെ വിമോചനമില്ല. ഞാൻ ഇങ്ങനെ സംക്ഷേപിച്ച് പറയാം. അപ്പോൾ ദൈവത്തിന് രണ്ട് ഘടകങ്ങൾ കൂടിയേ തീരുകയുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന്, ശരീരവും വേണം, രണ്ട്, രക്തവും വേണം. മറിയയുടെ ഗർഭാശയത്തിൽ സാക്ഷാൽ ദൈവം മനുഷ്യനായി വന്നപ്പോൾ ഈ രണ്ട് ഘടകങ്ങളോടുകൂടെയാണ് വന്നത്. ഇനിയും ഞാൻ ഒരു വസ്തുത കൂടെ പറയട്ടെ. മനുഷ്യനെ ദൈവം നിർമ്മിച്ചത്, സൃഷ്ടിച്ചത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നത് നിർമ്മിച്ചു എന്നുള്ള വാക്കാണ്, നിർമ്മിതിയാണ്. മനുഷ്യനെ ദൈവം നിർമ്മിച്ചത് മൂന്ന് ഘടകങ്ങളോടുകൂടെയാണ്. ഒന്ന്, ആത്മാവ്; രണ്ട്, പ്രാണൻ; മൂന്ന്, ശരീരം. മനുഷ്യനെ ദൈവം രക്ഷിക്കണമെങ്കിൽ ഈ മൂന്ന് രക്ഷയും സാധിച്ചേ മതിയാകും. കേവലം ആത്മാവിന്റെ രക്ഷ മാത്രം സാധിച്ചാൽ പോരാ, പിന്നെ പ്രാണന്റെ രക്ഷയും ആവശ്യമാണ്, ശരീരത്തിന്റെ രക്ഷയും ആവശ്യമാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, ലോക ചരിത്രത്തിലേക്ക് മനുഷ്യനായി വന്ന ദൈവം ആത്മാവോടും പ്രാണൻ അഥവാ ജീവനോടും ശരീരത്തോടും കൂടെ ചരിത്രത്തിൽ വന്നു. നമ്മിൽ ഒരുവനെ പോലെ, പാപം ഒഴികെ നമ്മിൽ ഒരുവനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു. പാപിയുടെ അടുക്കലേക്ക് ചെന്നു, പാപിയെ തൊട്ടു, രോഗിയെ തൊട്ട് സൗഖ്യമാക്കി. മനുഷ്യന്റെ അടുക്കൽ ചെന്നു കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരം കൊണ്ട് അവരെ സ്പർശിച്ചു, തന്റെ പ്രാണന് തുല്യം അവരെ സ്നേഹിച്ചു, തന്റെ ഹൃദയത്തിലേക്ക് അവരെ ഏറ്റെടുത്തു. തീർന്നില്ല. എന്താണ് ക്രൂശിൽ നടന്നത്? അവിടെയാണല്ലോ രക്ഷ സാധിച്ചത്. ശ്രദ്ധിക്കണേ, യേശു കുരിശിൽ മരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി നടന്നു. ഒന്ന്, കർത്താവായ യേശു കുരിശിൽ മരിക്കുമ്പോൾ പിതാവിനോട് പറഞ്ഞു, എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. രണ്ട്, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ താൻ തല ചായ്ച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ ആത്മാവ് മാത്രമല്ല, പിന്നെ പ്രാണനും. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ ആത്മാവിനെ പിതൃകരങ്ങളിൽ പരമേൽപ്പിച്ചു, പ്രാണനെ വിട്ടുകളഞ്ഞു, പ്രാണനെ വിട്ടു. മൂന്ന്, തന്റെ ശരീരം ജഡത്തിൽ, റോമാലേഖനം 8:3, ആ ജഡത്തിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വഹിച്ചു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആദരണീയരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ലോക ചരിത്രത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിനായി ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്, ദൈവം മനുഷ്യനായി വന്നതാണ് ക്രിസ്തു. ആ ജനനം കൊണ്ട് മാത്രം ആ ക്രിസ്തുവിന്റെ
ദൗത്യം അവസാനിക്കുന്നില്ല. മരിച്ചു, പ്രാണനെ വിട്ടു, ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു, ശരീരം പാപം വഹിച്ചു, പാപത്തിന്റെ ശിക്ഷയേറ്റു. തീർന്നോ? ഇല്ല. മൂന്നാമത്തെ ദിവസം ഇത് മൂന്നും കൂടെ യോജിപ്പിച്ചു. ആത്മാവും പ്രാണനും ശരീരവും ഒന്നിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് ലോകത്തോട് പ്രഖ്യാപനം ചെയ്തു, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാനാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവാണ് ഞാൻ എന്ന് യേശു ക്രിസ്തു ലോകത്തോട് പ്രഖ്യാപനം ചെയ്യുക. ക്രിസ്തു അല്ലാതെ ഒരു രക്ഷിതാവ് ലോകത്തിൽ ഇല്ല. പാപത്തിന് മോചനം തരുവാൻ ലോകത്തിൽ അവതരിച്ച ഏക അവതാരം കർത്താവായ യേശുവാണ്. എന്നാൽ ഞാൻ പറയട്ടെ, സംഹരിക്കാനല്ല, രക്ഷിക്കാൻ വേണ്ടി നടന്ന അവതാരം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ വാചകം വൈദ്യനായ ലൂക്കോസ് എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാൻ അത്രേ വന്നത്. മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിക്കുവാൻ വന്ന് ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് പാവം പിയസ്തംബാന്റെ പാപത്തിന്റെ ശിക്ഷയായ നരകം എന്റെ മുമ്പിൽ അടച്ചിട്ട് എനിക്ക് സ്വർഗ കവാടം തുറന്ന് നിത്യജീവൻ തന്ന മഹത്തായ വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. ആ മഹത്തായ സന്ദേശമാണ് ക്രിസ്മസിന്റെ സന്ദേശം. ഞാനൊരു ചരിത്രം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് മാരാമണ്ണ് മഹായോഗത്തിന്, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷൻ ആണല്ലോ, ആ കൺവെൻഷന് അപ്പോളോ 15 ചന്ദ്രനിൽ ഇറങ്ങിയ ശാസ്ത്രജ്ഞൻ വന്നു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ആ സംഭവം എന്ന് ഞാൻ വിചാരിക്കുക. അദ്ദേഹത്തോട് ഒരു മഹാത്ഭുതം പോലെ, നിങ്ങൾ അവിടെ നടന്നു മണ്ണും കല്ലും ഒക്കെ വാരിക്കൊണ്ടുവന്നില്ലേ? അദ്ദേഹം പറഞ്ഞ മറുപടി, മനുഷ്യൻ ചന്ദ്രനിൽ നടന്നു, അതൊരു അത്ഭുതമല്ല. മഹാദൈവം ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിച്ചു, നടന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത്ഭുതങ്ങളുടെ അത്ഭുതമായി ചരിത്രത്തിൽ വന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തിന് ലഭിച്ച വിമോചനത്തിന്റെ സന്ദേശം, അതാണ് ക്രിസ്മസിന് പറയാൻ. പാരസ്പര്യത്തിന്റെ സന്ദേശം. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ രണ്ടും കൂടെ ചേർത്ത് പറയാം. ഒന്ന്, മനുഷ്യപുത്രനെ സന്ദർശിച്ച് മനുഷ്യന്റെ രക്ഷ സാധിച്ചു. 2, ഉദയത്തിൽ നിന്ന് വെളിച്ചം അന്വേഷിക്കുന്ന ലോകത്തിന് വെളിച്ചമായി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു. ഈ മഹത്തായ സന്ദേശത്തിന്റെ വക്താക്കളായും വാഹകരായും വരും ദിവസങ്ങളിൽ ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ സഹോദരങ്ങളൊക്കെ പാട്ടിലൂടെ അത് നിർവഹിക്കുന്നു. എന്നെ പോലെയുള്ളവരൊക്കെ, ജോജയെ പോലെയുള്ളവരൊക്കെ, സന്തോഷിനെ പോലെയുള്ള നമുക്കൊക്കെ അത് പാടാൻ താലന്തില്ലെങ്കിലും നമ്മുടെ വാചകങ്ങളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ ആ സന്ദേശത്തിന്റെ സാക്ഷികളാകാം. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. മഹത്തായ ഒരു പുതുവത്സരം ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്നുള്ള ഒരു സന്ദേശമാണ് നാം കേട്ടത്. പ്രാണനെയും ആത്മാവിനെയും ശരീരത്തെയും ഏൽപ്പിച്ചു കൊടുത്തവൻ, വിട്ടുകളഞ്ഞവൻ അത് തിരികെ പ്രാപിച്ചു. യെസ്, അവനിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന രക്ഷ നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം പ്രിയ തമ്പാചാനിലൂടെ നമുക്ക് ലഭ്യമാക്കി തന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.
ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അതാണ് വാസ്തവത്തിൽ ക്രിസ്മസ് എന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു ഗാനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയ ലിസ ബിജു ആണ് നമുക്ക് വേണ്ടി അത് ആലപിക്കുന്നത്. മാറില്ലവൻ മറക്കില്ലവൻ, മാറില്ലവൻ മറക്കില്ലവൻ, മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാതെ മയങ്ങാതെ നമ്മളോട് കൂടെയുള്ള ആ കർത്താവിന്റെ ആ കരുതലും കാവലും, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥം പൂർണ്ണമായ ആ അർത്ഥത്തിന്റെ ആ തോതിൽ ആ ഗാനം പ്രിയമകളുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കും. മാറില്ലവൻ
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആയിരങ്ങളിൽ സുന്ദരൻ, വന്ദിതൻ, അവനെപ്പോലെ വേറെ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലില്ല. ഗാനങ്ങളിലൂടെ ആ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഒരു സന്ദേശത്തിലൂടെ അതിലുപരി ആ ക്രൂശിലെ മുഖം നാം കാണുകയായിരുന്നു. അവൻ എന്തിന് ഭൂമിയിലേക്ക് കടന്നു വന്നു, അവൻ എന്തിന് നമ്മോട് കൂടെ നിന്നു. ഒരിക്കലും നമ്മോട് കൂടെ നിൽക്കുവാൻ നമുക്ക് യാതൊരു അർഹതയുമില്ലായിരുന്നു. നിത്യനാശത്തിലേക്ക് പോകേണ്ടുന്ന നമ്മെ കർത്താവ് സ്നേഹിച്ച് നമ്മോട് ചേർന്നിരിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടായി. ഈ അനുഗ്രഹീതമായ സന്ദേശം നാം കേൾക്കുമ്പോൾ, ഈ ഗാനങ്ങൾ നാം കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ സന്ദേശം ഇറങ്ങിച്ചെല്ലുവാനിടയാകട്ടെ. ലോകത്തിലെ അനേകര് നമ്മെ കൈവിട്ട് കളയും. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സുഹൃത്തുക്കളും ചാർച്ചക്കാരും ഒക്കെ നമ്മെ കൈവിടും. നാം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവരൊന്നും നമ്മോടുകൂടെ ഉണ്ടാകുകയില്ല. ആരുമില്ലെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത് നിന്ന് നമ്മെ തന്നെ മാറോട് ചേർത്ത് പിടിച്ച് വേണ്ടതെല്ലാം നൽകി തരുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സമൂഹം മുഖത്ത് തുപ്പി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞവരാണെങ്കിലും അവരെയും കൂട്ടിച്ചേർക്കുവാൻ യേശു ക്രിസ്തു ഉണ്ട്. ആ കുഷ്ഠരോഗം ബാധിച്ച് ശരീരം മുഴുവൻ വ്രണമായി തീർന്നവൻ സമൂഹം അടുക്കാത്തവരായിരുന്നാലും അവരെയും മാറോട് ചേർത്ത് പിടിക്കുവാൻ യേശു ക്രിസ്തു ഉണ്ട്. സ്നേഹിത, താങ്കൾ ഒരുപക്ഷെ സമൂഹത്തിന് വേണ്ടാത്ത ഒരാളായിരിക്കാം, കുടുംബത്തിൽ വേണ്ടാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടാത്ത ഒരാളായിരിക്കാം. എന്നാൽ യേശു ക്രിസ്തുവിന് താങ്കളെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ഈ സന്ദേശം നാം കേട്ടപ്പോൾ ഒന്ന് ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്ന് ആ ക്രൂശിലേക്ക് നോക്കി, കർത്താവേ, ഈ യാതന അങ്ങ് അനുഭവിച്ചത് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. ആ സമർപ്പണം, ആ താഴ്മ, ആ ഏറ്റുപറച്ചിൽ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാനൊരു വസ്തുത പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. സകല ജനവും പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്നപ്പോൾ ദൈവം ആഗ്രഹിച്ച ഒരേ ഒരു വസ്തുത, അവര് കർത്താവിലേക്ക് അടുത്തു വരണം, കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിക്കണം. ഇന്ന് രാത്രി യേശു ക്രിസ്തു നിങ്ങളോട് ചോദിക്കുകയാണ്, ആർക്ക് എന്നെ ആവശ്യമുണ്ട്? ആർക്ക് യേശു ക്രിസ്തുവിനെ ആവശ്യമുണ്ട്? ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തു ഇമ്മാനുവേൽ നമ്മോട് കൂടെ നിങ്ങളുടെ അടുക്കലുണ്ട്. ഹൃദയം തുറന്ന് അവനോട് പറയണം, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ മരിച്ചത്, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ, ഈ നിമിഷം, ഈ സമയത്ത് ഞാൻ എന്റെ സകല പാപങ്ങളെയും അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. എന്നെ അവിടുത്തെ മകനായി മകളായി സ്വീകരിക്കണമേ, അങ്ങന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈ പ്രാർത്ഥന നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ കഴിയും. അല്ല, നാളുകൾക്ക് മുമ്പിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടും നാളിതുവരെ ദൈവത്തെ മറന്നു ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരത്തിലൂടെ മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ്, എന്റെ ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും സംഭവിച്ചു പോയി, അങ്ങനോട് ക്ഷമിക്കണം. എന്റെ സകല തെറ്റുകളും ക്ഷമിച്ച്, സകല പാപങ്ങളും ക്ഷമിച്ച് എന്നെ ഇവിടുത്തെ മകനായി മകളായി സ്വീകരിക്കണമേ. ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ യോഗം കൊണ്ട്, മീറ്റിംഗ് കൊണ്ട്, ഈ ശുശ്രൂഷ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമർപ്പണത്തിന്റെ അനുഗ്രഹീതമായ ഒരു ഗാനം, ആ ഗാനം കൂടെ കേട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. അടുത്ത ഗാനം പ്രിയ ജെയിംസ് കൊടുന്തറ അവറുകളാണ് ആലപിക്കുന്നത്. നാം കേട്ടതുപോലെ തന്നെ ഒരു സമർപ്പണത്തിന്റെ, ദൈവത്തിന്റെ കരാങ്കുലിയിൽ നമ്മളെ തന്നെ കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഏൽപ്പിക്കുവാൻ ഈ ഗാനത്തിന്റെ ഈരടികൾ നമുക്ക് പ്രചോദനമാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് നാം കേട്ടത്. വാസ്തവത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ആയിത്തീർന്നത്, നമുക്ക് വേണ്ടി അനുഭവിച്ചതായിരിക്കുന്ന പങ്കപ്പാടുകളെ നമുക്കൊരിക്കൽ കൂടെ ഓർക്കുവാൻ സ്വർഗത്തിലെ ദൈവം സംഗതിയാക്കിയത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത ഗാന ആലാപനത്തിന് വേണ്ടി പ്രിയ ജെയിംസ് ബ്രദറിനെ ക്ഷണിക്കുന്നു.
സമർപ്പണം സമർപ്പണം സമ്പൂർണ്ണ സമർപ്പണം 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 സമ്പൂർണ്ണ സമർപ്പണം സർവേശൻ തന്നുടെ സേവയ്ക്കായുള്ള ദിവ്യ സമർപ്പണം സർവേശൻ തന്നുടെ സേവയ്ക്കായുള്ള ദിവ്യ സമർപ്പണം 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 സമ്പൂർണ്ണ സമർപ്പണം നിമിഷങ്ങൾ തോറും പാപാന്ധകാരത്തിൽ നീറി കഴിയുന്നു ജനകോടികൾ നിമിഷങ്ങൾ തോറും പാപാന്ധകാരത്തിൽ നീറി കഴിയുന്നു ജനകോടികൾ നീ എന്തു ചെയ്യുന്നു സോദര കർത്തനെ മനുജർക്കു നൽകാൻ സമർപ്പിക്കുമോ നീ എന്തു ചെയ്യുന്നു സോദര കർത്തനെ മനുജർക്കു നൽകാൻ സമർപ്പിക്കുമോ സമർപ്പണം സമർപ്പണം സമ്പൂർണ്ണ സമർപ്പണം 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 സമ്പൂർണ്ണ സമർപ്പണം സർവേശൻ തന്നുടെ സേവയ്ക്കായുള്ള ദിവ്യ സമർപ്പണം സർവേശൻ തന്നുടെ സേവയ്ക്കായുള്ള ദിവ്യ സമർപ്പണം തന്നുടെ ജീവനെ തന്നു നിനക്കായി കുരിശിൽ മരിച്ചു ദേവേശൻ തന്നുടെ ജീവനെ തന്നു നിനക്കായി കുരിശിൽ മരിച്ചു ദേവേശൻ മാനവരക്ഷയ്ക്കായി ജീവനെ അർപ്പിച്ച യേശുവിനായുള്ള സമർപ്പണം മാനവരക്ഷയ്ക്കായി ജീവനെ അർപ്പിച്ച യേശുവിനായുള്ള സമർപ്പണം 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 സമ്പൂർണ്ണ സമർപ്പണം 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 സമ്പൂർണ്ണ സമർപ്പണം സർവേശൻ തന്നുടെ സേവയ്ക്കായുള്ള ദിവ്യ സമർപ്പണം സർവേശൻ തന്നുടെ സേവയ്ക്കായുള്ള ദിവ്യ സമർപ്പണം താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു സന്തോഷമുള്ള ഒരു ദിവസം നമുക്ക് ഈ സൂം മീറ്റിങ്ങിൽ കൂടി
നമുക്ക് ഏവർക്കും അന്യോന്യം കാണുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും മനോഹരമായ പാട്ടുകൾ കേട്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നമുക്ക് ഇടവരുത്തി. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് നാം കടന്നു വന്നത്. അനേക പ്രിയപ്പെട്ടവർക്ക് ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഇടവരുത്തി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ കാൽവരിനാഥ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. എപ്പോഴും കടന്നു വന്ന് ഈ ഒരു മിനിസ്ട്രിയെ ഞങ്ങളെ സഹായിക്കുകയും മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ പ്രത്യേകിച്ച് നന്ദിയെ അറിയിക്കുകയാണ്. ഇത് നാം കടന്നു വന്നത് എപ്പിസോഡ് 131 എപ്പിസോഡിലാണ് നാം ഇന്ന് കടന്നു വന്നത്. അനേക പേർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നവർക്ക് സന്തോഷത്തോടെ ഒന്നിച്ചു കൂടുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്മസ് സന്ദേശമാണ് പ്രിയ കർത്തൃദാസൻ PS തമ്പാനിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമുക്ക് ഇന്ന് ഇടവരുത്തിയത്. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യനെ സന്ദർശിച്ചു. അതാണ് ഇന്നത്തെ ആ മെസ്സേജിന്റെ ഒരു തീമായിട്ട് നാം കണ്ടത്. ആ അത്യുന്നതനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും കാലാകാലങ്ങളിൽ അംഗീകരിപ്പാൻ തക്കവണ്ണം, ദൈവത്തെ വിശ്വസിപ്പാൻ തക്കവണ്ണം, ആ ആയിരങ്ങളിൽ സുന്ദരനായവനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തി. ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പ്രിയ കർത്തൃദാസനോട് നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ കർത്തൃദാസൻ ജോസഫ് അവരുടെ ദൈവം എടുത്ത് ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഗാനങ്ങൾ ആലപിച്ച് പ്രിയപ്പെട്ടവർക്ക് ഒരു ഒറ്റവാക്കിൽ നന്ദി പറയേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രിയ സഹോദരൻ ജെയിംസ് കൊടുന്തറ വളരെ സന്തോഷത്തോടെ 2 ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം പ്രിയ സഹോദരനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതുപോലെ ഇവാഞ്ചലിസ്റ്റ് സാം തോമസ് ഉടുമലപ്പേട്ട് ഒരു തമിഴ് ഗാനം പാടുവാൻ ദൈവം ഇടവരുത്തി. അതുപോലെ സഹോദരൻ ഷിബു ജോസ് ഉടുമലപ്പേട്ട് 2 ഗാനങ്ങൾ പാടുവാൻ ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഷൗൽ വർഗീസ് സഹോദരൻ ഒരു ഗാനം പാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരുത്തി. അതുപോലെ സഹോദരി ഗോഡ്സേബി ഒരു ഗാനം പാടുവാൻ ദൈവം ഇടവരുത്തി. അതുപോലെ സഹോദരി ലിസ ബിജു ബെഹറിൻ ഒരു ഗാനം പാടുവാൻ ദൈവം ഇടവരുത്തി. അതുപോലെ പ്രിയ കുഞ്ഞുങ്ങളായ അക്സ്റ്റ സന്തോഷിനും ജാനിസ് റിജോയ്ക്കും ഓരോ ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. ഗാനങ്ങൾ പാടി സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുകയാണ്. തുടർന്ന് ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും കൂടിയാണ്. വളരെ ക്ഷമയോടുകൂടി ഈ പ്രോഗ്രാം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ എന്നോട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു പ്രോഗ്രാം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. തുടർന്നും പ്രിയ കർത്തൃദാസൻ സന്തോഷ് മാത്യു കുടുംബത്തെയും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. അതിനായിട്ട് തോമസ് എബ്രഹാം അച്ചായൻ, അറ്റ്ലാന്റയിലുള്ള തോമസ് എബ്രഹാം അച്ചാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഈ നിലയിൽ ഒന്നിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ച എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കാൽവറിനാഥം എന്ന ഈ സംരംഭത്തിലൂടെ കർത്താവേ, നിന്റെ നാമം പല വിധത്തിൽ മഹത്വപ്പെടുവാൻ കഴിഞ്ഞ നാളുകളിൽ ഇടവരുത്തിക്കൊണ്ടിരുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതിന്റെ പിൻപിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നിന്റെ മക്കൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് സന്തോഷ് ബ്രദറിനും റോയി ബ്രദറിനും വേണ്ടി പ്രത്യേകാൽ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ 131 എപ്പിസോഡ് ഇങ്ങനെ വളരെ അനുഗ്രഹകരമായ നിലയിൽ ആയിത്തീരുവാൻ കർത്താവിന് സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. മനോഹരമായ അനേക പാട്ടുകൾ പാടുവാനും അത് കേട്ട് സന്തോഷിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇന്ന് ഞങ്ങളെ സഹായിച്ചു. അതോർത്ത് സ്തോത്രം. പാടുവാനുള്ള കൃപ പ്രിയപ്പെട്ടവർക്ക് നൽകിയവരെ അനുഗ്രഹിച്ചു. അതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, ഇത് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ ജിജോ ജോസഫ് ബ്രദറിനെ സഹായിച്ചു. അതോർത്തും
ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം കർത്താവേ, നിന്റെ വിലയേറിയ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ തക്കവണ്ണം PS തമ്പാച്ചൻ ബ്രദറിനെ ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവിന്റെ വചനം എത്രയോ വിലയേറിയതും മാധുര്യമേറിയതുമാണ്. അതേവർക്കും മഹാസന്തോഷം നൽകുന്നതാണ്. അവിടുത്തെ വചനം കേട്ടവര് നിന്നെ വിട്ട് എവിടേക്ക് പോകും എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഓർക്കുന്നു. ആ തേൻമൊഴി തൂകുന്ന മനോഹരമായ രക്ഷയുടെ വചനം കർത്താവെ കേട്ട് നിന്നെ അനുഗമിച്ച നിന്റെ മക്കൾ എത്രയോ ഭാഗ്യമുള്ളവരാകുന്നു. ആ വചനം ഇന്നും പ്രഘോഷിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കൾക്ക് ഈ ലോകത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, അവന് താഴേക്ക് ഇറങ്ങി വന്നത് കർത്താവെ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ടാണ്. അവൻ അവതരിക്കുക മാത്രമല്ല, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തേക്ക് അവരോഹണം ചെയ്ത് ഇന്ന് പിതാവിന്റെ സന്നദ്ധിയിൽ ജീവിക്കുന്നു. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, അവന്റെ ജീവിതം, അവന്റെ മരണം, അവന്റെ അടക്കം, പുനരുത്ഥാനം, അവന്റെ സ്വർഗാരോഹണം, ഇതെല്ലാം അതാ യേശു ക്രിസ്തു എന്ന ദൈവ മർമ്മം അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കുന്നു. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. വചനം ശുശ്രൂഷിച്ച ദാസനെ അനുഗ്രഹിക്കുകയും കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചതുപോലെ വീണ്ടും കർത്താവെ ദൈവജനത്തിന്റെ മധ്യേ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ ഇരിപ്പാനും നിന്റെ വചനം കേൾക്കുവാനും ധൈര്യപ്പെടുവാനും ഇടയാക്കിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന അവിടുത്തെ വിലയേറിയ ആ കാര്യങ്ങളെ, അവിടുത്തെ സൽഗുണങ്ങളെ പോഷിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ വീണ്ടും ഇടയാക്കി തീർക്കണം, സഹായിക്കണം. അതിനായിട്ട് ഞങ്ങളെ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ വീണ്ടും കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് നിന്നിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെയെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്ന് ഇത് കേൾക്കുവാൻ പോകുന്നവരും അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടി, പ്രത്യേകാൽ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി, വചനം സൂക്ഷിച്ചവരോടും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.